അപ്പോൾ ഇതാണ് ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ദ മൗണ്ട്. അപ്പോൾ നമ്മളിവിടെ ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ദ മൗണ്ട് കാണാമെന്നാണ്. അപ്പോൾ ഇത് അധികം ആരും വിസിറ്റ് ചെയ്യാത്തൊരു ചർച്ചാണ്. എവിടെ കണ്ട ഈ ഒരു പട്ടിക്കുട്ടനും അങ്ങനെ വേറെ ആരും തന്നെ ഇല്ല. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, പക്ഷേ ഇവിടെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് അണ്ടർ രജിസ്ട്രേഷൻ, കയറാൻ പാടില്ലെന്നും പറഞ്ഞുള്ളത്. പണ്ട് നമ്മൾ വരുമ്പോൾ സ്ഥിരം വിസിറ്റ് ചെയ്തിരുന്ന ഒരു ചേർച്ചാണ്. നല്ല ഭംഗിയാണ് ഈ ചേർച്ച് കാണാൻ, കണ്ടോ, അടിപൊളിയല്ലേ. പക്ഷേ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്, അതുകൊണ്ട് ആരും ഇവിടേക്ക് വരാറില്ല. ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ദ മൗണ്ട് അല്ലേ. നമ്മൾ ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ദ മൗണ്ട് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച് ഓഫ് ബോം ജീസസ് അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഇൻഫന്റ് ജീസസിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ചേർച്ചിന് ഞാൻ മാത്രമേ ഉള്ളൂ. 4 മിനിറ്റത്തെ ഡിസ്റ്റൻസ് ഉള്ളൂ ചർച്ച് ഓഫ് ഇൻഫന്റ് ജീസസ് അല്ലെങ്കിൽ സേ കാത്തഡ്രലിൽ നിന്ന് അവർ ലേഡി ഓഫ് ദ മൗണ്ടിലേക്ക്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചേർച്ചാണ്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യുക. അധികം ആർക്കും അറിയാൻ പാടില്ലാത്തൊരു സ്പേസാണത്. ഈ ജൂൺ ടൈമിലൊക്കെയാണ് ഈ ഒരു ഭംഗി ഇപ്പോൾ നമ്മൾ കാണിച്ച ആ ഒരു ഭംഗിയിൽ നിൽക്കുന്നത്. ഡിസംബറിലൊക്കെ വരികയാണെങ്കിൽ അവിടെയൊക്കെ പുല്ലൊക്കെ ഉണങ്ങി വരേണ്ട ഒരു കാലാവസ്ഥയിലായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ സ്റ്റാച്ചു ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ തിരിച്ച് ഈ റൗണ്ട് അബൌട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ആ വഴിയാണ് നമ്മൾ ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ദ മൗണ്ടിലേക്ക് പോയത്. ഈ വഴിയിൽ ലെഫ്റ്റ് സൈഡിൽ ചർച്ച് ഓഫ് ഇൻഫന്റ് ജീസസും റൈറ്റ് സൈഡിൽ സേ കാത്തഡ്രലും പിന്നെ അവിടെ മ്യൂസിയവും നമുക്ക് കാണാം. 5:45 6 o'clock ആയി. അതുകൊണ്ടിട്ട് ഇത് ചേർച്ച് ക്ലോസ്ഡ് ആണ്. ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. നമ്മൾ പുറത്ത് നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു ചേർച്ചാണ്. നമ്മൾ ഗോവയിൽ എപ്പോൾ വന്നാലും ഈ ഒരു ചേർച്ച് വിസിറ്റ് ചെയ്യാറുണ്ട്. സേ കാത്തഡ്രലിലേക്കാണ് ഇനി നമ്മൾ എൻട്രി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടോണി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരെ ആദ്യം തന്നെ ചേർച്ചിലേക്ക് പോവാം. ഇപ്പോൾ 6 മണിയൊക്കെ ആയി. അപ്പോൾ മിക്കവാറും ഇതിപ്പോൾ തന്നെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇറങ്ങാം. ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന പോലെ ഷോർട്ട്സും സ്ലീവ്ലെസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എൻട്രി അനുവദിക്കുന്നതായിരിക്കത്തില്ല. അപ്പോൾ എപ്പോഴും വരാൻ നേരത്ത് മാക്സിമം ഒരു ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. സേ കാത്തഡ്രലിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. കണ്ടോ, ഇവിടെ എന്തോ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളപ്പോൾ ഒരു ഇത്തിരി ബാക്കിലേക്ക് ഇറങ്ങണതാണ് ആ ചേർച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഫുൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയാണ് ആ ചേർച്ചിന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ നിന്നാണ് എൻട്രൻസ് എക്സിറ്റ്. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള എൻട്രൻസ്. നമ്മൾ സൈഡിൽ നിന്നുള്ള എൻട്രൻസിൽ നിന്നാണ് കയറിയത്. ഇതാണ്ടോ ആ ചേർച്ചിൻ്റെ ഒരു ഭംഗിയാണ്ടോ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുണ്ടോ, ആ മേളിൽ ഇതില്ല, അപ്പുറത്തുണ്ട് കണ്ടോ. അത് കുറേ കാലങ്ങൾക്ക് മുന്നേ പൊളിഞ്ഞു വീണാണ്. പിന്നീട് അവരത് റീകൺസ്ട്രക്ട് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ കുറച്ചും കൂടി സൂം ഔട്ട് ചെയ്തിട്ട് ചേർച്ചിൻ്റെ ആ ഒരു ഫുൾ വ്യൂ കണ്ടോ. ഇതിലപ്പോൾ നമുക്ക് ആ ചേർച്ച് ഫുള്ളായിട്ട് കാണാം. പിന്നെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടുപിടിച്ചാന്ന്. നിങ്ങൾ കണ്ടുപിടിച്ചില്ല ഇത്ര നേരമായിട്ട്? ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറയാം, അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആ കാണുന്ന ബെല്ലില്ലേ, അതാണ് ഗോൾഡൻ ബെല്ലെന്ന് പറയുന്നത്. ഓക്കെ, ഗോവയിലെ ചർച്ചുകളിൽ ഏറ്റവും വലിയ ബെല്ലാണത്. പിന്നെ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ആ സംഭവം ഈ സൈഡിലില്ല. കണ്ടോ, ശ്രദ്ധിക്കുക. ഓക്കെ, ഈ സാധനം പൊളിഞ്ഞു വീണാണ്. പൊളിഞ്ഞു വീണിട്ട് അവരത് റീകൺസ്ട്രക്ട് ചെയ്തിട്ടില്ല ഇതുവരെ. കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അത് കുറച്ച് നീങ്ങി എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഐഡിയ കിട്ടത്തുള്ളൂ. കുറച്ച് ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ ആണോ, അതൊന്ന് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാണ്ടോ. ആർക്കും അറിയാൻ പറ്റില്ല അത്. അപ്പോൾ ഗൈസ്, പുള്ളിക്ക് കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണേ. ഓക്കെ ഗൈസ്, അപ്പോൾ സേ കാത്തഡ്രലിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യണേ. നമ്മൾ ഗോവയിൽ വരുമ്പോൾ കുറച്ച് സ്വീറ്റ്സ് നമുക്ക് എപ്പോഴും വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോകും. അതിനുവേണ്ടി നമ്മൾ തവണ മേടിച്ചിരിക്കുന്നതാണ് ബെബിൻക. ബെബിൻക ഗോവയുടെ ഒരു സ്പെഷ്യൽ ഫ്രൂട്ടാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. കിട്ടുന്നത് 10 layers. ഫ്ലേവേഡ് ചോക്ലേറ്റ് ആണ്. ഇതിൽ നമ്മൾ റമ്മിൻ്റെ ഫ്ലേവറുള്ള ഒരു വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കാഷ്യൂ, അതായത് ഫെനിയുടെ ഉള്ള ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് രണ്ടാണ്. അത് കുപ്പിയുടെ ഷേപ്പിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഇത് ടേസ്റ്റ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അത് നമ്മൾ വാങ്ങിച്ചു. നമ്മൾ 31st ജനുവരിയോ റൂട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മളിവിടെ കഫേ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ്. നമ്മളിവിടെ കഫറ്റീരിയ ക്ലോസ്ഡ് ആയതുകൊണ്ടിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. ലാറ്റിൻ സ്ക്വയറിലേക്കാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ഫൊണ്ടൈനസ് അല്ലേ മാർക്കോ? ഫ്രണ്ട്സ്, നമ്മൾ 31st ജനുവരിയോ കഫേയിൽ നിന്ന് നേരെ ഇറങ്ങിയേക്കണേണ്. അത് കഴിഞ്ഞ് അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പോൾ എല്ലാവരും നമ്മളുടെ പുറകെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നത് ജേർഷ റൈറ്റ്.
നമ്മൾ പോകുന്ന ഈ ഒരു സ്ട്രീറ്റിലേക്കാണ്. ഈ ഒരു സ്ട്രീറ്റിൻ്റെ പേരാണ് ഫൊണ്ടൈനസ് അല്ലെങ്കിൽ ലാറ്റിൻ സ്ക്വയർ. അപ്പോൾ ഇവിടെ ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വരുന്നത്. നല്ല അടിപൊളി ഒരു സ്പേസാണ്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മൾ നൈറ്റിലത്തെ ആ ഒരു വൈബ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രീറ്റിലേക്ക് കയറിയിരിക്കുന്നത്. കണ്ടോ, വളരെ കളർഫുള്ളും കാര്യങ്ങളൊക്കെയാണ്. ആ ബിൽഡിങ്സിൻ്റെയൊക്കെ കളർ കണ്ടോ, നല്ല സൂപ്പർ കളറാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഫൊണ്ടൈനസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ ചേർച്ചിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ ഒരു ചേർച്ച് കൂടി ഉണ്ട്, അവിടെ കൂടി പോകുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. ഇതിപ്പോൾ ജസ്റ്റ് 9 മണി ടൈമായി. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം. ഇവിടെ ഒരു കഫേ ഉണ്ട് കണ്ടോ, ബാറും കൂടി ഉള്ള ഒരു സെറ്റപ്പിലാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫൊണ്ടൈനസിൽ വന്നു, ലാറ്റിൻ സ്ക്വയർ. അപ്പോൾ അവിടെ വന്ന് നമ്മൾ കുറേ അടിപൊളി റീൽസൊക്കെ എടുത്തിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാഞ്ചിൻ ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ചേർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിറ്റീനെ ഫേസ് ചെയ്താണ് പണിത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് പാഞ്ചിൻ സിറ്റി. പണ്ട് കാലത്ത് ആ ഒരു കാര്യമുണ്ടോ ഞാനിപ്പോൾ പറഞ്ഞു. നിങ്ങൾ വിക്കിപീഡിയയിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പാഞ്ചിൻ ചർച്ചിനെ കുറിച്ച്. നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റുന്നത് കുറച്ച് നല്ലതായിരുന്നു. പക്ഷേ ബാക്കി വെളിയിൽ നിന്ന് കണ്ടാൽ നല്ല ലൈറ്റ് നല്ല സെറ്റാക്കിയിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാധാരണ ടൈമിൽ വന്നാൽ പോലും ഇത് കണ്ടോ, ആ പോയിന്റ് ഉണ്ടോ, ആ പോയിന്റ്, അതായത് ആ ഇത് മേളിലുള്ള ലൈറ്റ് ഉണ്ടോ, റൗണ്ട് ലൈറ്റ്, ആ രണ്ടാമത്തെ റൗണ്ട് ലൈറ്റ് അവിടം വരുള്ളൂ. അവിടെ വെച്ച് ക്ലോസ് ചെയ്തേക്കാണ്, ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല. അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മണ്ടോവി ബ്രിഡ്ജിലൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് പുതിയ ബ്രിഡ്ജ്. നമ്മൾ പോകുന്ന പഴയ ബ്രിഡ്ജാണ്. പക്ഷേ ഇത് നല്ല കളർഫുള്ളാണ്. ആ കളറൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതിൽ ബൈക്ക് കയറ്റാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പഴയ പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്, ബ്രീസർ, ക്രാൻബെറി, ബ്ലൂബെറി. കൊറോണ വാങ്ങിച്ചിട്ടുണ്ട്. കൊറോണ മറ്റേ ബിയറിൻ്റെ പേരാണ് കൊറോണ. അതുകൂടാതെ 2 കേഫ് സ്ട്രോങ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് ഇതാണ്. അപ്പോൾ നമ്മൾ രാത്രി പൊളിക്കും. കഴിക്കുക, ഗോവ ബീച്ചിൽ ഇറങ്ങിയിട്ട് വരും. അതെ, ഞാനിപ്പോൾ അടുത്തതാണ് യഥാർത്ഥ നൈറ്റ് ലൈഫ് ഇൻ ഗോവ. അപ്പോൾ ഡിന്നർ അടിക്കാൻ വേണ്ടി പോണേ. എന്താണ് മേടിച്ചിരിക്കുന്നത്? നമ്മൾ ചിക്കൻ ഫുള്ള് തന്തൂരി ഒരു ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ചിക്കൻ ഫ്രൈഡ് റൈസ് 2 ചിക്കൻ ദം ബിരിയാണി. ഓക്കെ, അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ്. പിന്നെ ആ ഇതൊന്നും കാണിച്ചാൽ അപ്പോൾ ഇതെന്താണ്? തണുപ്പ് മാറ്റാനുള്ള ചെറിയൊരു ഫയർ ബോൾ, ടീകായാണ്. അത് തന്നെ. ഇതെല്ലാം കഴിച്ചിട്ട് വേണം ബീച്ചിലൊന്ന് ഇറങ്ങാൻ. മനസ്സിലാവുന്നുണ്ടോ? 2:30. യെസ്, 2:30ക്ക് നമ്മള് കലാങ്കുട്ടി ബീച്ചൊക്കെ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് നമ്മളുടെ റൂമിലേക്ക് പോകുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോവ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ. അടിപൊളി. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ ഏകദേശം എൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു 2:30-3 മണിയായിട്ടുണ്ടാകും മോർണിംഗ്. നമ്മൾ നേരെ റൂമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്.